ഒക്കെ ഒരു വാർഡിൽ കുറഞ്ഞത് 1000 ആൾക്കാരുണ്ടാവുമല്ലോ. ഈ 1000 ആളോട് സവാദിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ മതി. ഒരാൾക്ക് ഒരു മോശം അഭിപ്രായം അവിടെ ഉണ്ടാവും. ഇത് നല്ല ചെറുപ്പക്കാരനാണ് സവാദ്. പക്ഷേ ആക്ച്വലി അതെ, സവാദിൻ്റെ ഫ്രണ്ട് 2 വർഷം മുൻപ് 2023 പറഞ്ഞ കാര്യമാണ്. ആ വാർഡിലുള്ള 1000 പേരോട് പോയി ചോദിച്ചാൽ സവാദിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. തീർച്ചയായിട്ടും സവാദിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായും ഇപ്പം 1000 പേരല്ലടാ, ഇപ്പം കേരളത്തിൽ ഫുള്ളായിട്ട് ഫേമസ് ആയി. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും സവാദിനെ കുറിച്ച്. ബാക്കി കേൾക്കാം. പക്ഷേ ആക്ച്വലി സംഭവം ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ടായി. പെട്ടെന്ന് ആർക്കും ഈ സവാദ് ഓടിയതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആളുകൾ പറയുന്നത്. സവാദ് ഇവിടെ രജനീകാന്ത് എന്നല്ലല്ലോ, ഒരു വിഷയം, ഒരു പെണ്ണുമായിട്ടുള്ള ഒരു വിഷയം അവിടെ നിലവിലുണ്ടാവുന്ന സാഹചര്യം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? നല്ല ഫ്രണ്ടുക്കളായാലും ഇങ്ങനെ വേണം, ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ വേണം. നല്ല സപ്പോർട്ടാണ്. എന്ത് തെണ്ടിത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്. ഓക്കെ, ഗുഡ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സവാദ് എന്ന് പറഞ്ഞ ആളെ വീണ്ടും അറസ്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈംഗികാതിക്രമം നടത്തിയത് തന്നെയാണ്. അപ്പോൾ ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളെ ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കാര്യത്തിന് എന്നുള്ളതാണ് അർത്ഥം. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു കൂസൽ അയാൾക്കുണ്ടെങ്കിൽ ഇതേ കാര്യകാരണത്താൽ വീണ്ടും ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ? ഇല്ല. അതായത് KSRTC ബസ്സിലാണ് അന്നും നടക്കുന്നത്, ഇന്നും KSRTC ബസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഇയാൾക്ക് ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണിക്കാൻ തോന്നിയത്. അതായത് 2023 ഇയാൾക്ക് ഇങ്ങനെയൊരു പ്രശ്നത്താലെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഇങ്ങനെ തന്നെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകണമെങ്കിൽ അയാൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒട്ടും ഒരു പേടിയില്ല, അല്ലേ? അപ്പോൾ പുതിയതായിട്ട് വന്ന വാർത്ത ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, നമുക്കൊന്ന് കാണാം. മോശം പെരുമാറ്റത്തിന് സവാദ് വീണ്ടും പിടിയിൽ. 2023 KSRTC ബസ്സിൽ വെച്ച് മറ്റൊരു യുവതിയെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ്. ബസ്സിൽ നിന്നിറങ്ങി ഇത്തവണ വീണ്ടും ഓടി. കഴിഞ്ഞ തവണ സംഭവിച്ചതിന് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തവണയും. തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി നിഖിൽ ഡേവിസ് ചേരുന്നു. നിഖിൽ, ഇതൊരു സ്ഥിരം പരിപാടിയാണോ സവാദിന്റെ? അതായത് ഇത് മാതൃഭൂമി ന്യൂസിൽ വന്നൊരു വാർത്തയാണ്. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണോ എന്ന് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് ഇയാൾ അറസ്റ്റ് ചെയ്തു, പിന്നെ നമുക്കത് ആവർത്തിക്കാനുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവരുത്. പക്ഷെ സെയിം കാര്യം അയാൾ അതേ കണ്ടീഷനിൽ തന്നെ, ആ ഒരു പരിസ്ഥിതി KSRTC ബസ്സിൽ വെച്ചിട്ട് തന്നെ അയാൾ പിന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഇയാൾ ഞരമ്പ് രോഗിയാവാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞരമ്പ് രോഗിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മളൊരു പ്രൈവറ്റ് പാർട്ടിയുടെ അടുത്ത് പുറത്തിട്ടിട്ട് അത് ബാക്കിയുള്ളവർ കാണുമ്പോൾ ഉള്ളൊരു സുഖം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞരമ്പ് രോഗമല്ലാതെ മറ്റെന്താണത്? അതിൽ നിന്ന് എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത്? അത് ഇയാൾക്ക് ചികിത്സ വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്ന് ഇയാൾ അറസ്റ്റ് ചെയ്ത സമയത്ത് മതിയായ ഒരു ശിക്ഷയോ അല്ലെങ്കിൽ അയാൾക്ക് മതിയായ ചികിത്സയോ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ നല്ല ജീവിതത്തിലേക്ക് വന്നേനെ. ഇയാൾക്ക് തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമാണ്, ശിക്ഷ ആവശ്യമാണ്. പക്ഷെ എന്നാലും ഇയാൾക്ക് അതിൽ ഉപരി ചികിത്സയാണ് ആവശ്യം. അപ്പോൾ 2023 അതായത് 2 വർഷം മുൻപ് ഇയാൾ ബസ്സിൽ വച്ചിട്ട് ഇതേപോലുള്ളൊരു സംഭവം ചെയ്തു. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീ അത് കണ്ടിട്ട്, യുവതി അത് കണ്ടിട്ട് അവരെന്തെന്ന് വെച്ചാൽ വീഡിയോ എടുത്തപ്പോൾ ഇതേപോലെ തന്നെ അയാൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അതും KSRTC ബസ്സിൽ വെച്ചിട്ട് തന്നെ. കണ്ടക്ടറൊക്കെ അന്ന് അയാളെ തടഞ്ഞു നിർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളെ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാൾ പുറത്തിറങ്ങുന്നൊരു വീഡിയോ നമ്മൾ കണ്ടു. അതെന്ന് വെച്ചാൽ അത്രത്തോളം ഒരു സ്വീകാര്യതയാണ് അയാൾക്ക് കിട്ടിയത്. എന്നുവെച്ചാൽ ഈ പെണ്ണെന്തോ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ. എന്നുവെച്ചാൽ ആ വീഡിയോ ഈ പെണ്ണ് മുൻകൂട്ടി നിശ്ചയിച്ച് അവൾക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെയാണ് നാട്ടുകാർ ക്രിയേറ്റ് ചെയ്ത്. എല്ലാവരും എന്നല്ല, ഒരു വൻ ഭൂരിപക്ഷം അങ്ങനെ ചെയ്തു. എന്നുവെച്ചാൽ അതൊക്കെ കാണുമ്പോൾ ആ ഒരു അക്രമം നേരിട്ട ഒരു സ്ത്രീക്ക് എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ഇന്ന് ഇത് വീണ്ടും അയാൾ ആവർത്തിച്ചപ്പോൾ അന്ന് ആ വീഡിയോ എടുത്ത യുവതിക്ക് നീതി കിട്ടുകയാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. കാരണം അവരുടെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നെന്ന് എല്ലാവർക്കും മനസ്സിലായി. അന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക്
മനുഷ്യത്വരഹിതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും കമൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പോയിട്ട് എടുത്താൽ നോക്കിയാൽ കാണാം. ഞാൻ കുറച്ച് വീഡിയോസും കമൻസും ഇവിടെ കാണിക്കാം. വീഡിയോ തുടങ്ങുന്ന സമയത്ത് താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ആ യുവതി ചോദിക്കുമ്പോൾ അയാൾ താഴേക്ക് നോക്കുന്നുണ്ട്. അതായത് അയാൾ ചെയ്ത കാര്യം അയാൾക്ക് നല്ല ബോധ്യമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ താഴേക്ക് നോക്കുന്നത് അയാൾക്കത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അവർ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ അല്ല. അയാളുടെ മൂവ്മെന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുറേ നേരം അയാള് ഇവിടുത്തെ കുറച്ച് പനിയിപ്പിക്കുന്നത്. Are you okay? Is everything okay with you? Is your zip open? It's not. It's not. It's not. Are you sure it's not? Are you sure? His zip was open. It's there. Is the zip open? Is the zip open? Zip open ആണ്. കുറേ നേരം അയാൾ he was zip open. I just wanted to know if the zip was open. Zip open ആണ്. His shit was outside. കംപ്ലൈന്റ് ഉണ്ട്. തൊട്ടോ ഇല്ലയോ എന്നല്ല, കുറേ നേരം കണ്ടില്ലേ? ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് അവിടുന്ന് ചെയ്തത്. കണ്ടക്ടറെ തള്ളി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ അയാൾ ഈ സെയിം കാര്യമാണ് വീണ്ടും ആവർത്തിച്ചത്. ആ വീഡിയോയിൽ ആ പെണ്ണ് പറയുന്നുണ്ട്, ആ സ്ത്രീ പറയുന്നുണ്ട്, എന്താണ് കാണിക്കുന്നുണ്ട്, സിബ് ഓപ്പൺ ആണ്, പിന്നെ കംപ്ലൈൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സെയിം വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇത് സ്ക്രിപ്റ്റഡ് ആണ്, ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് സപ്പോർട്ടായിട്ട്, അതായത് ഈ യുവതിക്ക് എതിരായിട്ടാണ് വീഡിയോസ് വന്നത്. അയാൾ പുറത്തിറങ്ങിയ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിലൂടെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നതെന്നും കൂടി ഒന്ന് പറയണം. മാത്രമല്ല ഇന്ന് ഇയാൾ ഇമ്മാതിരി പരിപാടി ഒപ്പിച്ചു. അപ്പോൾ ഈ മാലയിട്ട് സ്വീകരിച്ച ഈ ചേട്ടന്മാർക്ക് എന്താണ് പറയാനുള്ളതും കൂടിയും നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അവരൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ. എല്ലാവരും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, എല്ലാ വലിയൊരു സപ്പോർട്ടുണ്ട് ഇവിടെ. ഒരു മിനിറ്റ് കുഴപ്പമില്ല, ധൈര്യമായിട്ടൊന്നോ. ഓക്കെ, പുള്ളി സംസാരിക്കില്ല. ഓക്കെ, ചെയ്തിട്ടുണ്ടോ? എത്ര മാലയാണ് ഗൈസ് അയാൾക്ക് ഇട്ടുകൊടുത്തത്? എന്ത് കാര്യത്തിന്? ഇയാൾ ആ യുവതീനെ അയാളുടെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചതിനോ? അതിനാണ് ഇയാളെ മാലയിട്ട് സ്വീകരിച്ച എല്ലാവരും. അതിൽ ആ ചേട്ടൻ പറയുകയാണ്, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. അവരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവണം. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തൊടുന്നതോ അല്ലെങ്കിൽ അവരെ കടന്ന് പിടിക്കുന്നതോ മാത്രമല്ല, ഇതൊക്കെ ലൈംഗികാതിക്രമത്തിൽ തന്നെയാണ് പെടുന്നത്. സത്യത്തിൽ കറക്റ്റായിട്ടുള്ളൊരു ശിക്ഷ, പിന്നെ ഇയാൾക്ക് ആവശ്യമുള്ള ചികിത്സ, ഇത് ഉറപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, എന്നാൽ ഇപ്പോൾ KSRTCയിൽ യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് സവാദിനെ തീർച്ചയായിട്ടും നിങ്ങൾ ചികിത്സിക്കണം, ശിക്ഷയും കൊടുക്കണം. അല്ലെങ്കിൽ KSRTCയിൽ ആരും കയറില്ല സവാദിനെ പേടിച്ചിട്ട്. സാധാരണ ബസ്സിൽ പോകുന്നവർക്ക് സവാദിനെ പേടിക്കേണ്ട, കാരണം KSRTCയിൽ കയറിയാൽ മാത്രമേ ഇയാൾക്ക് ഇമാതിരി പ്രശ്നമുള്ളൂ. അപ്പോൾ ശരി.